UDF സർക്കാർ കേരളത്തിലെ ജനങ്ങളെ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 5 ഗ്യാരണ്ടികൾ പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ ഒരെണ്ണം മാത്രമാണ് നടപ്പിലാക്കിയത്. വാക്കുപാലിക്കാൻ തയ്യാറാകാത്ത സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പരിശോധിക്കണം. വർഗീയ ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങിയ UDF സർക്കാർ ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അജണ്ടയാണ് നടപ്പിലാക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. 5 ഗ്യാരണ്ടിന്റെ വാഗ്ദാനം കൊടുത്ത VD സതീശൻ സർക്കാർ ഒരു ഗ്യാരണ്ടി മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ 4 വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല. 100 ദിവസമായി. പാലിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് 2 ദിവസം 3 ദിവസം ഒരാഴ്ച സമയം മതി. പക്ഷെ അത് പാലിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയും ഇവരെല്ലാം വർഗീയ പാർട്ടികളല്ല, ജനാധിപത്യവും ഭരണഘടനയിൽ വിശ്വസിക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത VD സതീശൻ ഇന്ന് മൊത്തം ചെയ്യുന്നത് വാഗ്ദാനം കൊടുക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, വർഗീയ രാഷ്ട്രീയം ചെയ്യുക. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ ബ്ലൈൻഡിൽ ചെയ്യുക. അത് നിയമലംഘനയാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു രാജ്യതലസ്ഥാനത്ത് നിന്ന്. നന്ദൻ, അതായത് സർക്കാരിനെ കടന്നാക്രമിക്കുകയായിരുന്നു BJP. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഒരുപാട് ഗ്യാരണ്ടികളൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകുകയായിരുന്നു സർക്കാർ അല്ലെങ്കിൽ UDF. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ചു. പക്ഷേ അധികാര കസേര കിട്ടിയപ്പോഴുണ്ടല്ലോ തനി നിറം അവർ കാണിക്കുമ്പോൾ എന്താണ് BJP പറഞ്ഞു വെക്കുന്നത്? ഒപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കൂടി അദ്ദേഹം കടന്നാക്രമിച്ചുവല്ലോ. രാഖി, അതിരൂക്ഷ വിമർശനത്തിനൊപ്പം തന്നെ ജനങ്ങളോട് സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് പരിശോധിക്കാനാണ് BJP ആവശ്യപ്പെടുന്നത്. വാഗ്ദാനങ്ങൾ നൽകിയാണ് VD സതീശൻ അധികാരത്തിലേക്ക് എത്തിയത്. അതും CPMന്റെ അഴിമതിയിൽ മനമെടുത്ത ജനങ്ങളാണ് കോൺഗ്രസിനെ ഗതികെട്ട് അധികാരത്തിലെത്തിച്ചത്. എന്നാൽ ഈ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലെത്തിയ സർക്കാർ പിന്നീട് യാതൊരുവിധ വാഗ്ദാനങ്ങളും ജനങ്ങൾക്കായി ഉള്ളതൊന്നും പാലിക്കപ്പെടാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിക്കും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനും വഴങ്ങിക്കൊണ്ട് VD സതീശൻ ഹിതമല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൂട്ടുന്നു. വിവാദങ്ങൾ സൃഷ്ടിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത്. യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ നടക്കുന്നില്ല. മാത്രമല്ല ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കേരളത്തിൽ കൊണ്ടുവരുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വിഴിഞ്ഞമടക്കമുള്ള പദ്ധതികൾ, K കരുണാകരൻ്റെ പേരിൽ വരാൻ പോകുന്ന മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ റെയിൽവേ വികസനമടക്കം കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ അല്ലാതെ മറ്റൊരു യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ ഇതുവരെയായിട്ടും കൊണ്ടുവരുവാൻ VD സതീശൻ്റെ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല റെയിൽവേ വികസനവുമായിട്ട് ഇപ്പോൾ വിവാദം ഉയർത്തുന്നു. ആ വിവാദങ്ങളൊക്കെ തന്നെ കേവലം വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ജനങ്ങൾ പ്രോഗ്രസ് കാർഡ് പരിശോധിക്കാൻ മാത്രമാണ് ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്. വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ജനങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ VD സതീശൻ്റെ പ്രോഗ്രസ് കാർഡ് പരിശോധിച്ചാൽ വാഗ്ദാനങ്ങൾ എത്ര പാലിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കും. ഇത് ഒരു തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുവാൻ വേണ്ടി അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതിനപ്പുറം ജനങ്ങളെ വിഡ്ഢിയാക്കുക കൂടിയാണ് സർക്കാർ ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും തിട്ടൂരങ്ങൾക്ക് വഴങ്ങി VD സതീശൻ കേരളത്തിൽ ഹിതമല്ലാത്തതുപോലും നടപ്പാക്കാൻ അല്ലെങ്കിൽ നിയമത്തിന് വിധേയമല്ലാത്തതുപോലും നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശനമാണ് BJP ഉയർത്തുന്നത്. റെയിൽവേ വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നു. എന്നാൽ VD സതീശൻ്റെ പ്രോഗ്രസ് കാർഡ് മൈനസിലേക്ക്, അതായത് 0-ലും താഴെ മൈനസിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നത്. മാത്രമല്ല VD സതീശൻ ഇതുവരെയായിട്ടും ജനങ്ങൾക്ക് നടപ്പാക്കാം അല്ലെങ്കിൽ സർക്കാർ അധികാരത്തിലെത്തി ഉടൻ നടപ്പാക്കാമെന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക ചെയ്യാമെന്ന് വാഗ്ദാനം നൽകുക മാത്രമല്ല ജനങ്ങളെ വഞ്ചിക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 5 വർഷം ലഭിച്ചാലും ഒരു തരത്തിലും സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. 1 വർഷം കൊണ്ട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയില്ല. 5 വർഷം ലഭിച്ചാലും ഇനി യാതൊന്നും തന്നെ നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ളതും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. എന്തായാലും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ എന്താണ് സതീശൻ സർക്കാർ എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടിയത്.